മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ തമിഴ്നാടിനെതിരെ കേരളം ജലനിരപ്പ് കൂട്ടുമെന്ന പ്രഖ്യാപനത്തിൽ പ്രതിഷേധം അറിയിക്കും. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കേരളം രംഗത്ത്. തമിഴ്നാട് സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൽ സംസ്ഥാനം പ്രതിഷേധം അറിയിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കാരണവശാലും ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. ഡാമിൻ്റെ സുരക്ഷ പ്രധാന വിഷയമാണ്. ജലനിരപ്പ് 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും തമിഴ്നാടിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ കോടതിയിൽ പോകുന്നതടക്കം പരിഗണിക്കുമെന്നും ഔദ്യോഗികമായി തമിഴ്നാടിനെ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷ വിലയിരുത്തുന്ന വിദഗ്ധ സമിതിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായി ഒഡീഷ ജലവിഭവ വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി അശുതോഷ് ഡാഷിനെ നിയമിച്ചു. നിലവിലുള്ള കരാറുകൾ, ട്രിബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ബാധിച്ചേക്കാവുന്ന മേഘദാതു പദ്ധതി പോലെയുള്ള പദ്ധതികളെ എതിർക്കുന്നതുൾപ്പെടെ തമിഴ്നാടിൻ്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കും. അന്തർ സംസ്ഥാന നദീജല പങ്കുവയ്ക്കലിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും. ദീർഘകാല ജലസുരക്ഷ ശക്തമാക്കുന്നതിനും കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തൽ, ആനമലയാർ നല്ലൂർ അണക്കെട്ട് പദ്ധതികളുടെ നടപ്പാക്കൽ, ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പൂർത്തീകരണം എന്നിവയ്ക്കായും സർക്കാർ പരിശ്രമിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തൽ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി നിരവധി പേരാണ് കേരളത്തിൽ നിന്നും ഇതിനോടകം രംഗത്ത് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് ബജറ്റിലെ പ്രഖ്യാപനം കേരളത്തിന് ആശങ്കയുണ്ടാക്കുന്നതെന്നാണ് വിദഗ്ധരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും പ്രഖ്യാപനമാണെന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. TVKയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജലനിരപ്പ് 182 അടിയായി ഉയർത്തുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നുവെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. കേരളത്തിൻ്റെ പ്രഖ്യാപിത നയം കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ളതാണെങ്കിലും കേരളത്തിൻ്റെ ആശങ്കകൾക്ക് ഉത്തരം കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടത്തുമെന്നും സർക്കാർ തലത്തിൽ ഉടൻ തന്നെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഉടുമ്പൻചോല MLA സേനാപതി വേണു അറിയിച്ചു. തമിഴ്നാട് ബജറ്റിലെ പ്രഖ്യാപനം കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രതികൂലമാണ്.